ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് മാറ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണിത്. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ വിവരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് ഇന്ന് വളരെയധികം ആൾക്കാർ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമുക്കതിൻ്റെ വലിയൊരു വർധനവ് ആൾക്കാർക്കിടയിൽ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അതിൻ്റെ വലിയൊരു വർധനവുണ്ട്. കൂടുതൽ ആൾക്കാർ ഇതിൽ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ സാധാരണ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇതാണ് SIP എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫണ്ട് സെലക്ട് ചെയ്യുക. ഫണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്ന ഫണ്ടിലേക്ക് നമ്മൾ ഒരു ബൾക്ക് എമൗണ്ട് അല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് നമ്മൾ ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്യാതെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്രമേണ നമ്മൾ ഒരു നിശ്ചിത സംഖ്യ ആ ഫണ്ടിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്ത ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് SIP എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പോപ്പുലറായിട്ടുള്ളൊരു മെത്തേഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആർക്കും അത് ചൂസ് ചെയ്യാം. കാരണം നമുക്കറിയാം ഇന്ന് ഇഷ്ടം പോലെ ഫണ്ടുകൾ അവൈലബിൾ ആണ്. മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ പല അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനീസ് മാനേജ് ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാം തന്നെ ഏകദേശം നമുക്ക് ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലോജിക്കലായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ഡിസിഷനെ ബേസ് ചെയ്താണെങ്കിൽ നമുക്ക് ഫണ്ട് സെലക്ട് ചെയ്യേണ്ടി വരും. ഒരു സാധാരണ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആകാൻ പോകുന്ന ടു ബി ഇൻവെസ്റ്റർ ആകാൻ പോകുന്ന ഒരു വ്യക്തി ഫേസ് ചെയ്യുന്ന വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് നോളജ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻഫർമേഷനാണ്. അപ്പോൾ അതിൻ്റെ വലിയൊരു അഭാവം നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുണ്ട്. ഇഷ്ടംപോലെ ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒത്തിരി ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതെങ്ങനെ തിരഞ്ഞെടുക്കണം, ഏത് ഫണ്ട് തിരഞ്ഞെടുക്കണം, നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഫണ്ട് ഏതാണ് എന്നൊക്കെ ഉള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഇൻഫർമേഷൻ, നമ്മുടെ കൈവശമുള്ള ഇൻഫർമേഷൻ എന്താണ്, നമുക്കതിനെക്കുറിച്ചുള്ള നോളജ് എന്താണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതല്ലാത്തൊരു വ്യക്തിക്ക് ഏതിൽ വേണമെങ്കിലും ഒരു റാൻഡം ബേസിൽ ഒരു ഫണ്ട് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാലും സ്റ്റിൽ ദാറ്റ് ക്യാൻ ഓഫർ ഗ്രോത്ത് ഓഫർ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു നല്ല മെത്തഡല്ല. നമുക്ക് അല്പമെങ്കിലും കാര്യങ്ങൾ ഒരു ഫണ്ടിനെക്കുറിച്ച്, ആ ഫണ്ട് മാനേജ് ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം പലരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ചോയ്സ് വ്യത്യാസമാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിഫറൻസ് വ്യത്യാസമാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ലക്ഷ്യങ്ങൾ വ്യത്യാസമാണ്. അപ്പം ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഓരോരുത്തരും ഓരോ ഫണ്ട് ചൂസ് ചെയ്യുന്നത്. ചിലർ റാൻഡം ബേസിൽ ചൂസ് ചെയ്യുന്നുണ്ട്, അതും ഓക്കെ ആയിരിക്കാം. കാരണം എല്ലാവരും നോട്ട് ടു പേഴ്സൺസ് ആർ സിമിലർ അല്ലേ. രണ്ട് വ്യക്തികൾ ഒരിക്കലും ഒരുപോലല്ല. അവരുടെ ടേസ്റ്റ്, പ്രിഫറൻസ്, അവരുടെ നോളജ് ബേസ് ഒന്നും, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ, ഡേറ്റ, ഇതൊന്നും ഒരിക്കലും സെയിം അല്ലാത്തതുകൊണ്ട് അവരുടെ ചോയ്സ് ഡിഫറെൻ്റ് ആയിരിക്കാം, അവരുടെ പ്രിഫറൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കാം. എന്നിരുന്നാൽ തന്നെ നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെ SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, അത് എല്ലാ ഫണ്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഇവിടുത്തെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ വിപണിയിലെ തകർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിപണിയിൽ എപ്പോഴാണ് തകർച്ച ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വിപണി തകർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു കാര്യമാണ് ഏത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്, ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് വിപണിയിൽ തകർച്ചയുണ്ടാകാം, അതുപോലെ തന്നെ ഉയർച്ചയുണ്ടാകാം. അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ളതും മറ്റു രീതിയിലുള്ളതായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള മാറ്റങ്ങൾ,
വിപണിയുടെ തകർച്ചയും ഉയർച്ചയൊക്കെ ബാധിക്കുന്ന ഘടകങ്ങളാണെന്ന് നമ്മൾ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ നമ്മൾ അറിയാൻ സാധിക്കും നമുക്ക്. കാരണം നമ്മൾ നിത്യേന കാണുന്ന കേൾക്കുന്ന ഒരു വാർത്തയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ സെൻസെക്സിൽ ഇത്ര ഉയർച്ചയുണ്ടായി, അല്ലെങ്കിൽ ഇത്ര താഴ്ചയുണ്ടായി, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഇത്ര ഉയർച്ചയുണ്ടായി, താഴ്ചയുണ്ടായി. അതിനുള്ള കാരണങ്ങളും നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ട്രംപിൻ്റെ ഇനാഗുറേഷൻ സംബന്ധിച്ചിട്ട് വിപണിയിൽ, ലോകത്തുള്ള വിപണിയിൽ എല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഉൾപ്പെടെ എല്ലാ വിപണിയിലും ഉയർച്ച ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ താഴ്ച ഉണ്ടാകാം. ഇപ്പോൾ യുദ്ധം ഉണ്ടാകുമ്പോൾ, മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ വാർ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് ഏതെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, അവരുടെ ഫെഡറൽ റിസർവ് സിസ്റ്റം, നമ്മുടെ ഇവിടുത്തെ RBIക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള അവരുടെ ഫെഡറൽ റിസർവ് സിസ്റ്റം അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വിപണികളിൽ മാറ്റം ഉണ്ടാകാം. അപ്പം അന്താരാഷ്ട്ര തലത്തിൽ എന്തു തന്നെ മാറ്റം ഉണ്ടായി കഴിഞ്ഞാലും ശരി, നമ്മുടെ വിപണിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും, പ്രതിഫലിക്കും. അപ്പോൾ പണ്ട് ഒരു തമാശക്കെങ്കിലും ഒരു പറച്ചിലുണ്ട്. കാരണം അമേരിക്കയ്ക്ക് പിന്നെ പനി പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ജലദോഷം പിടിക്കുമ്പോഴോ തുമ്മുന്നത് നമ്മളുടെ ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയിലെ മാർക്കറ്റുകളായിരിക്കും, സ്റ്റോക്ക് മാർക്കറ്റുകളായിരിക്കും എന്നൊരു തമാശയുണ്ടത്. ഇങ്ങനെ കൃത്യമായിട്ടാണെന്ന് അറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു സെൻസിലാണ് തമാശ പറയുന്നത് മാർക്കറ്റിനെ കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഗ്ലോബലൈസ്ഡ് എക്കോണമിയാണ്. ആ ഗ്ലോബലൈസ്ഡ് എക്കോണമി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ലോകത്തിൻ്റെ ഒരു ഭാഗത്ത്, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ, ജിയോ പൊളിറ്റിക്കലി പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ, ഇപ്പം സൊമാലിയയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായത് നമ്മുടെ മാർക്കറ്റിലൊന്നും വിഷയമല്ല, അല്ലെങ്കിൽ നൈജീരിയയിൽ പ്രശ്നം ഉണ്ടായത് നമ്മുടെ മാർക്കറ്റിലൊന്നും വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ അമേരിക്കയിലോ ജപ്പാനിലോ യൂറോപ്പിലെ ഏതെങ്കിലും സ്ഥലത്തോ ചൈനയിലോ ഈവൻ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട, മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, റീജിയൻസ് പ്രദേശങ്ങളിലൊക്കെ കാര്യമായിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ്, ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ വിപണിയെ ബാധിക്കുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ആ ബാധിക്കുന്നത് പോസിറ്റീവ് ആയിരിക്കാം, അപ്വേർഡ് ആയിരിക്കാം, ഡൗൺവേർഡ് ആയിരിക്കാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. ആ സാഹചര്യത്തെ ആശ്രയിച്ചായിരിക്കും വിപണിയിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ വിപണിയിലെ ചാഞ്ചാട്ടം എന്നാണ്, ചാഞ്ചാട്ടം ചേഞ്ചസ് അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിലുള്ള ടേം വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വിപണിയിലെ തകർച്ച, ഇവിടെ തകർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. തകർച്ച എന്ന് പറയുമ്പോൾ വിപണി താഴോട്ട് പോകുമ്പോൾ, സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി പോലുള്ള ഇൻഡെക്സുകൾ താഴോട്ട് പോകുമ്പോൾ, SIP ചൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ SIP ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അത് എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോക്കകത്തിൽ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലേ? വിപണിയിലെ ചാഞ്ചാട്ടം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം ട്രംപിൻ്റെ ഇനാഗുറേഷൻ 7-ാം തീയതി ഉണ്ടാകും എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിനെ കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾക്ക് അറിയാം. കാരണം ആ ദിവസം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിൽ ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 1. 2, ട്രംപിൻ്റെ പോളിസീസിന്, അദ്ദേഹം ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന പോളിസീസ് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ആശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് താഴോട്ട് പോവുമോ മേലോട്ട് പോകുമോ എന്നൊക്കെ ഉള്ളതെന്ന് നമുക്കറിയാം. ഇപ്പം ഇന്ത്യക്ക് അനുകൂലമല്ലാത്തൊരു നിലപാടാണ് ട്രംപ് എടുക്കാൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലപാടായാലും പോളിസിയായി ആണ് ട്രംപ് നേരത്തെ തീരുമാനിച്ചത് നടപ്പിലാക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിപണിക്ക് ഡൗൺവേർഡായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാം. ഇനി അതല്ല, ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും നടപടികൾ എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ വിപണിക്കുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ട്രെൻഡ് തീർച്ചയായിട്ടും അപ്വേർഡായിട്ട് പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ തന്നെയും എന്തോ ആയാലും ശരി, വിപണിയിൽ ചാഞ്ചാട്ടം അല്ലെങ്കിൽ മാറ്റങ്ങൾ, ഈ പറഞ്ഞ വൊളാറ്റിലിറ്റി ഉണ്ടാകും. ആ ഉണ്ടാകുന്നത് നിക്ഷേപകർക്ക്, പണം നിക്ഷേപിച്ചവർക്ക്, പ്രത്യേകിച്ച് നിക്ഷേപിക്കാൻ പോകുന്നവർക്ക് അത് ആശങ്ക അല്ലെങ്കിൽ ഒരു കൺസേൺ സൃഷ്ടിക്കുന്ന ഒരു ഘടകമാണ് തോന്നുന്നത്. പക്ഷേ ഇതും നമുക്കറിയാം, ഈ ക്രൈസിസിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഏത് ക്രൈസിസിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു അവസരമുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച്, ഇല്ലേ, ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ശുഭാപ്തി വിശ്വാസമുള്ള ആൾക്കാരെ സംബന്ധിച്ച്, അത് ഏത് മേഖലയിലായാലും ശരി, ഇൻവെസ്റ്റർ എന്ന് മാത്രമല്ല, ഏത് മേഖലയിലായാലും ശരി, ക്രൈസിസ് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നബാധിത സമയത്ത് അല്ലെങ്കിൽ പ്രശ്നബാധിത പ്രദേശങ്ങളിലും അവസരങ്ങൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന വ്യക്തികൾ ഈ ലോകത്തുണ്ട്. അപ്പം മാർക്കറ്റിൻ്റെ ക്രാഷ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസിസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആ ക്രൈസിസിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവസരങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന
അല്ലെങ്കിൽ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്ന അതിന് കഴിവുള്ളൊരു ഇൻവെസ്റ്ററായി മാറുക, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്ററായി മാറുക എന്നുള്ളതാണ് ഈ വിപണിയിലെ തകർച്ച എങ്ങനെ അവസരമാക്കാം SIP ചൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ SIP സെലക്ട് ചെയ്യുന്നവർക്ക് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ശരി, ഏതൊരു തരത്തിലുള്ള നിക്ഷേപമായാലും ശരി, നമുക്ക് ഇത് അതുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള അവസരങ്ങൾ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള SIPയെ കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ സാമ്പത്തിക അച്ചടക്കം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് എല്ലായിടത്തും നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ടാകേണ്ടത് അച്ചടക്കമാണ്, ഡിസിപ്ലിനാണ്. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിപ്ലിൻ ഉണ്ടാകണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇൻവെസ്റ്റർ രണ്ടുണ്ട്, എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർ ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. വരാൻ പോകുന്ന, ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച്, ഇപ്പൊ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർ ആക്കി അത് പുതിയ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ പുതിയ സ്റ്റോക്കിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, അല്ലെ പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ മാർക്കറ്റിന്റെ ക്രാഷ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന തകർച്ച, ഇടിവ് ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ് ആണ്. ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് ക്രാഷായി, അതുകൊണ്ട് നമ്മൾ ഭയപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ പെസിമിസ്റ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതിനകത്തിൽ അവസരമുണ്ട്. എങ്ങനെ? അപ്പോൾ ആ അവസരത്തെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തന്ത്രം ആണ് SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പം വിപണിയിലെ ചാഞ്ചാട്ടം അല്ലെങ്കിൽ മാറ്റങ്ങൾ എങ്ങനെയാണ് SIP ശക്തമായ SIP അതൊരു ടൂൾ നമുക്ക് വേണമെങ്കിൽ അതിന് ടൂളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാനുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ, വിപണിയിലെ ചാഞ്ചാട്ടം, ഇതിനെ നമുക്കൊരു ബെറ്റർ ടൂളായിട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് നമ്മൾ ഈ വീഡിയോക്കകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇൻവെസ്റ്റർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി അച്ചടക്കമാണെന്ന്, ഡിസിപ്ലിനാണ്, ക്ഷമ, പേഷ്യൻസ് വേണം. പിന്നെ കോമ്പൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്, അല്ലെങ്കിൽ എലമെൻ്റാണ്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഏണിങ് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് നമ്മൾ നേടിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മളുടെ വെൽത്തിനെ കാലാതീതമായിട്ട് അല്ലെങ്കിൽ കാലക്രമേണ നമുക്കതിനെ വെൽത്തിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള, ഗ്രോ ചെയ്യാൻ വേണ്ടി, വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റിനെ നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിപ്പോൾ ഉദാഹരണത്തിന് 100 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നമുക്കൊരു 5 രൂപ ഇൻട്രസ്റ്റ് കിട്ടി, 105 രൂപ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയി. അപ്പോൾ ഈ കോമ്പൗണ്ടിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് SIP എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ ഓരോ മാസവും അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ, ഒരു എന്താണ് പറയുന്നത്, കോൺസിസ്റ്റൻ്റ് ആയിട്ട് SIP എന്ന് പറഞ്ഞാൽ കോൺസിസ്റ്റൻസി ഉണ്ടല്ലോ, തുടർച്ചയായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഫിക്സ്ഡ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് എന്തായാലും കിട്ടും. മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI നമുക്ക് പറയാം, അല്ലേ? ആ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ 100 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് 5 രൂപ അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടി. അപ്പം നമ്മളുടെ ക്യാപിറ്റൽ പ്രിൻസിപ്പൽ എമൗണ്ട് 105 ആയി. പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് 105-ന് മുകളിലായിരിക്കും. അപ്പം പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ കോളേജിലെ പ്രിൻസിപ്പൽ അല്ല, പ്രിൻസിപ്പാൾ മൂലധനം അല്ലെങ്കിൽ നമ്മളുടെ നിക്ഷേപത്തിൻ്റെ തുകയാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ PIL പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇൻട്രസ്റ്റ് പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട് 105-ന്റെ മുകളിൽ നമ്മൾ വീണ്ടും ഇൻട്രസ്റ്റ് ഏൺ ചെയ്യും. അപ്പം അത് ഫോർ എക്സാമ്പിൾ ഒരു 105+ ഉദാഹരണമാണ്, കൃത്യമല്ല. അപ്പോൾ 100-ന്റെ മേളിൽ നമുക്ക് 5 ഇൻട്രസ്റ്റ് കിട്ടി, 5 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. പിന്നെ 105 നമ്മുടെ പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട്. അതിൻ്റെ മേലെ നമുക്കിപ്പോൾ ഒരു 7 രൂപ കിട്ടിയിരിക്കട്ടെ. അപ്പോൾ 105 + 7 112 നമ്മുടെ പുതിയ പ്രിൻസിപ്പൽ എമൗണ്ടായി. അപ്പോൾ ഈ പ്രോസസ്സ് ഓവർ ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രിൻസിപ്പൽ എമൗണ്ട്, ബേസിക് പ്രിൻസിപ്പൽ എമൗണ്ട് ഗ്രോ ചെയ്യും എക്സ്പോണൻഷ്യലി, വളരെ ക്രമാതീതമായിട്ടത് ഗ്രോ ചെയ്യും. അപ്പോൾ അത് ഗ്രോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ SIP എന്നുള്ളൊരു പ്രോസസ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തേ വരത്തുള്ളൂ.
മനസ്സിലായല്ലോ. അപ്പം ഇനി അതിൽ അച്ചടക്കം വേണം, നമുക്ക് ക്ഷമ വേണം, ഡിസിപ്ലിൻ വേണം, പേഷ്യൻസ് വേണം, അതുപോലെ കോമ്പൗണ്ടിങ്ങിൻ്റെ കരുത്ത് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ്ങിൻ്റെ സ്ട്രെങ്തിനെ നമുക്ക്, അല്ലെങ്കിൽ അത് എത്രത്തോളം നമുക്ക് ഫേവറബിൾ ആക്കാൻ സാധിക്കും എന്നുള്ളവയാണ് ഈ SIP നമുക്ക് ലോങ് ടേമിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ സമ്പത്തിനെ, വെൽത്തിനെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം കോമ്പൗണ്ടിങ് നമുക്ക് തീർച്ചയായിട്ടും SIPയിൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ അത് ലോങ് ടേം ഗ്രോത്ത് ഉണ്ടാക്കി വെക്കും. ബെനിഫിറ്റ്സ് ആണ്. ഇപ്പോൾ SIPയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പൗണ്ടിങ് എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ലോങ് ടേം ഗ്രോത്ത്, അതായത് കോമ്പൗണ്ടിങ് നമ്മുടെ വെൽത്ത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നമ്മുടെ വെൽത്തിനെ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പിന്നെ സ്റ്റഡി ഗ്രോത്ത് ഉണ്ട്. നമ്മുടെ ഏണിങ്സിനെ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രോത്ത് ഫണ്ട് ഗ്രോ ചെയ്യും. അതുപോലെ തന്നെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉണ്ട്. ഇതിൻ്റെ ഒരു വൺ ഓഫ് ദ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഈ SIP കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ വെൽത്ത് എക്സ്പൊണൻഷ്യലായിട്ട് വളരെ ക്രമാതീതമായിട്ടത് വളർന്ന് നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കും എന്നുള്ളൊരു പിന്നെ യാഥാർത്ഥ്യം ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ വിപണി താഴേക്ക് പോകുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ NAV എന്ന് പറയും, നെറ്റ് അസറ്റ് വാല്യൂ, അതായത് അറ്റ ആസ്തി മൂല്യം എന്നാണ് അതിൻ്റെ മലയാളം. ആ നെറ്റ് അസറ്റ് വാല്യൂ കുറയും. ഉദാഹരണത്തിന് ജാനുവരി 1 ഒരു പർട്ടിക്കുലർ യൂണിറ്റിൻ്റെ NAV 10 രൂപയാണെന്ന് ഇരിക്കട്ടെ. മാർക്കറ്റ് മുമ്പോട്ട് പോയി. അപ്പോൾ ഇന്ന് ജാനുവരി 21 ആയി. അപ്പോൾ ഇപ്പോൾ ആ പിന്നെ യൂണിറ്റിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ ഉദാഹരണത്തിന് 11.5 രൂപയാണെന്ന് ഇരിക്കട്ടെ. 10 നിന്ന് തുടങ്ങി 11.5 ആയി. അപ്പം അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു കണ്ടീഷൻ അല്ല പോട്ടെ, നമുക്ക് ഇപ്പം നാളെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് ക്രാഷ് ആകാന്നിരിക്കട്ടെ. അപ്പോൾ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ 11.5 എന്നുള്ളത് 11 രൂപയോ 10.9 10.8 ഒക്കെ ആണെന്നിരിക്കട്ടെ. അപ്പോൾ വിപണി താഴേക്ക് പതിക്കുമ്പോൾ അല്ലെങ്കിൽ വിപണിയിൽ ക്രാഷ് ഉണ്ടാകുമ്പോൾ ഈ നെറ്റ് അസറ്റ് വാല്യൂ കുറയും. അപ്പോൾ നെറ്റ് അസറ്റ് വാല്യൂ കുറയുമ്പോൾ 11.5 നിന്ന് യൂണിറ്റിൻ്റെ പ്രൈസ് 10.8 ആയിരിക്കട്ടെ. അപ്പോൾ കുറഞ്ഞു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കുറഞ്ഞു, പ്രൈസ് പെർ യൂണിറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ SIP നിക്ഷേപിക്കുന്നവർക്ക് കൂടുതൽ യൂണിറ്റ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അത് 100 രൂപയ്ക്ക് 11.5 രൂപയുള്ള യൂണിറ്റ് വാങ്ങിക്കാൻ, എത്ര യൂണിറ്റ് വാങ്ങിക്കാൻ കഴിയുമോ അതിനേക്കാൾ കൂടുതൽ യൂണിറ്റ് 10.8 അതിൻ്റെ യൂണിറ്റ് പ്രൈസ് വരുമ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് കൂടുതൽ യൂണിറ്റ് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നതിൻ്റെ, മാർക്കറ്റ് ഇടിയുന്നതിൻ്റെ, അല്ല മാർക്കറ്റിൽ ഇടിവുണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ് റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്നറിയപ്പെടുന്ന ഈ സമീപനം. ഒരു യൂണിറ്റിനെ ശരാശരി ചിലവ് കുറയ്ക്കുന്നു തീർച്ചയായിട്ടും. അപ്പോൾ വിപണി തിരിച്ചു വരുമ്പോൾ മാർക്കറ്റ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ, മാർക്കറ്റിൽ മുകളിലേക്കുള്ള അല്ലെങ്കിൽ അപ്വേർഡായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കുറച്ച് പ്രൈസിന് മേടിച്ച യൂണിറ്റുകളുടെ പ്രൈസ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇത് വിപണിയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ, അപ്സ് ആൻഡ് ഡൗൺസ്, അപ്വേർഡ് ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു പ്രതിഭാസത്തെ, അതിൻ്റെ ആഘാതങ്ങൾ സിംപ്ലിഫൈ ചെയ്യുവാൻ അല്ലെങ്കിൽ ഡയലൂട്ട് ചെയ്യുവാൻ ഈ ഒരു പ്രോസസ്സ് നമ്മളെ സഹായിക്കും. അപ്പം വിപണിയുടെ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ പതിവായി നിക്ഷേപിക്കുന്നവരുടെ നിക്ഷേപകർ ഉയർന്നതും കുറഞ്ഞതുമായ വിലകളിൽ യൂണിറ്റ് വാങ്ങുമെന്ന് ഉറപ്പാക്കും. അപ്പോൾ ഈ സിപ്പിൽ കൂടെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പൗണ്ടിങ്ങിൻ്റെ കരുത്ത് പ്രയോജനപ്പെടുത്തും. അപ്പോൾ അവിടെ അധിക വരുമാനം സൃഷ്ടിക്കാൻ സാധിക്കുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്, മുമ്പേ എക്സാമ്പിൾ പറഞ്ഞു, 100 ഇൻവെസ്റ്റ് ചെയ്തു, 5 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ നമ്മളുടെ 100 എന്നുള്ള ബേസിക് പ്രിൻസിപ്പൽ എമൗണ്ട് 105 ആയി. അപ്പോൾ അതിൽ നമ്മൾ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ അത് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് 105 മുകളിലായിരിക്കും പിന്നെ ഫർദർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 105 മാറി. അപ്പം ആ പ്രിൻസിപ്പൽ എമൗണ്ട് 105 എന്നുള്ളത് ഇതിൻ്റെ ബേസിലായിരിക്കും അടുത്ത ഗ്രോത്ത് നമുക്ക്
എൻഷുർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ വരുമാനം വീണ്ടും നിക്ഷേപിക്കുന്നതിലൂടെ സമ്പാദ്യം ഗ്രോത്ത് ഒരു ടൈം ബേസ്ഡ് ആയിട്ടുള്ള വലിയ രീതിയിൽ എക്സ്പൊണൻഷ്യലായിട്ട് വളരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സമ്പത്തിനെ അത് കൂടുതൽ വളർത്തുവാനുള്ള ഒരു പ്രവണത സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ SIP എന്ന് പറഞ്ഞാൽ പതിവ് നിക്ഷേപത്തിൻ്റെയും SIP ഒരു പതിവായിട്ടുള്ള നിക്ഷേപ മാർഗമാണ്, അല്ല വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഇപ്പം നമ്മുടെ 1 ലക്ഷം രൂപയുണ്ട്, ആ 1 ലക്ഷം രൂപ നമ്മൾ വൺ ടൈമായിട്ട് കൊണ്ടൊരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല. ഇപ്പം നമ്മുടെ ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം അതിൻ്റെ ഒരു 1000 രൂപ ഒരു മാസം, ഒരു എക്സാമ്പിളാണ്, അടുത്ത 1000 രൂപ രണ്ടാമത്തെ മാസം, അടുത്ത 1000 രൂപ മൂന്നാമത്തെ മാസം ഒരു ഫണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം. അപ്പം അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പക്ഷേ അതിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാം. 1000 എന്നുള്ളത് നമുക്ക് 1200 1500 അല്ലെങ്കിൽ 1000 900 ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷേ എന്നാലും ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, സിസ്റ്റമാറ്റിക്കായിട്ട്. അപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് യൂണിറ്റിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്തിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രോത്തിനെ നമുക്ക് എൻഷുർ ചെയ്യാനും ഫണ്ടിനെ നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കും. അപ്പം SIP എന്ന് പറഞ്ഞാൽ പതിവ് നിക്ഷേപത്തിൻ്റെ ഒരു മാർഗമാണ്. അതുപോലെ തന്നെ സമ്പാദ്യ ശേഖരണത്തിൻ്റെയോ അച്ചടക്കപൂർണ്ണമായ ഒരു ശീലമാണ്. അച്ചടക്കമാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ്. അച്ചടക്കം, ഡിസിപ്ലിൻ, പിന്നെ ക്ഷമ. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റർ ആണെങ്കിലും ശരി, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായാലും ശരി, ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ്, ഈ 2 കാര്യങ്ങളും നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി വർക്കൗട്ട് ആകത്തുള്ളൂ. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അവിടെ ക്ഷമയുടെയും പിന്നെ ഈ പറഞ്ഞ ഡിസിപ്ലിൻ്റെയും ഒരു വിഷയമല്ല. അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്വിക്ക് വാർഫെയർ എന്നൊക്കെ പറയാം, പെട്ടെന്ന് തന്നെയുള്ള യുദ്ധം അല്ലേ, നമുക്ക് ഒരു ക്വിക്ക് ബക്ക് ഉണ്ടാക്കുന്നതാണ്. അതിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു തന്ത്രമല്ല പ്രയോഗിക്കുന്നത്. ഇത് ഐ എം ടോക്കിംഗ് അബൌട്ട് ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവാണ്. ഇൻവെസ്റ്റർ ലോങ് ടൈമിലാണ്, ഒരു 5 വർഷം മുതൽ അങ്ങോട്ട് മുമ്പോട്ടുള്ള ഒരു കാലയളവിലേക്ക് നമ്മളുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഉള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളൊരു വ്യക്തിയാണ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്, ലോങ് ടൈമിലേക്ക് ആവുന്നത്. ബാക്കിയെല്ലാം ട്രേഡേഴ്സാണ്. നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ ട്രേഡേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ചല്ല നമ്മൾ പറഞ്ഞാൽ. SIP യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഇൻവെസ്റ്റർ ആകുക, ലോങ് ടൈം ഇൻവെസ്റ്റർ ആകുക. ആ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളുടെ ഫിനാൻഷ്യൽ പിന്നെ ഒബ്ജക്റ്റീവ് ലക്ഷ്യങ്ങളനുസരിച്ചും ഫിനാൻഷ്യൽ പ്ലാനൊക്കെ അനുസരിച്ചും വേണം നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ലോഡ് ഓഫ് ഫണ്ട്സ് അവൈലബിൾ ആണ്, ഹൺഡ്രഡ്സ് ഓഫ് ഫണ്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ലോജിക്കൽ ഡിസിഷൻ്റെയും കൂടെ ഭാഗമാണ്. അത് ഞാൻ പറഞ്ഞു, ലാക്ക് ഓഫ് അവൈലബിലിറ്റി, ഈ ഇൻഫർമേഷൻ്റെയോ അല്ലെങ്കിൽ നോളജിൻ്റെയൊക്കെ അവൈലബിലിറ്റി, അതിന് ലഭ്യതയുടെ ഒരു അഭാവം വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ്, അതുപോലെ തന്നെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സുകളൊന്നും തിരഞ്ഞെടുക്കാൻ സാധിക്കത്തില്ല. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഏറെക്കുറെ എല്ലാ ഫണ്ടുകളും ഗ്രോത്ത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓഫർ ചെയ്യുന്നതാണ്. അപ്പം ഈ വ്യത്യസ്തമായിട്ടുള്ള ഫണ്ടുകളെ കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം തീർച്ചയായിട്ടും. മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് ഏതൊക്കെ ഫണ്ടുകൾ അവൈലബിൾ ആണ് എന്നുള്ളതിനെക്കുറിച്ചും ആ ഫണ്ടുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ നൽകാൻ സാധിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കും, തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ അത് ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇൻവെസ്റ്ററിൻ്റെ പ്ലാനാണ്, ഇൻവെസ്റ്ററിൻ്റെ പിന്നെ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ അത് നമുക്ക് ഇപ്പം തൽക്കാലം നമുക്ക് അതിനകത്തൊരു പിന്നെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. ഇന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്ര കാലത്തേക്ക് അയക്കണം എന്നുള്ള ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. അത് പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ആകും, പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫറെൻ്റ് ആകും. അപ്പോൾ ഈ SIP നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അത് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കോമ്പൗണ്ടിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രയോജനം നമുക്ക് ലഭിക്കും. കോമ്പൗണ്ടിങ്ങിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് നമ്മുടെ വെൽത്തിനെ നമുക്ക് ഗ്രോ ചെയ്യാനും നമുക്കതിനെ കൂടുതൽ വളർത്തിയെടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം ഈ മാർക്കറ്റിലുണ്ടാകുന്ന സ്ഥിരമല്ലാത്ത മാർക്കറ്റ് ട്രെൻഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് പൊതുവെ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തീരുമാനങ്ങൾ എപ്പോഴും ഇമോഷണലി ബേസ്ഡ് ആയിരിക്കും, വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. അപ്പോൾ
വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്കറിയാം അത് കൂടുതൽ ഒരു ഡേഞ്ചർ സോണിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വൈകാരികമായിട്ട് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയിലായാലും ശരി, അത് നമ്മളെ ലോജിക്കലല്ലാത്ത തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് SIP സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പിന്നെ എന്താണ് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ടൊരു ഭീഷണി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വൈകാരികമായിട്ട് മാർക്കറ്റിൻ്റെ വിപണിയുടെ അസ്ഥിരത മൂലം, അല്ലെങ്കിൽ അസ്ഥിരത നമ്മളെ പ്രേരിപ്പിക്കുന്ന, വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മളിൽ നിന്നും ഇല്ലാതാക്കാൻ നമുക്ക് SIPയിൽ കൂടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം വിപണിയിലെ ഇടിവ്, ക്രാഷ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമുക്ക് കുറഞ്ഞ വിലയിൽ കൂടുതൽ യൂണിറ്റിൽ ശേഖരിക്കാനുള്ള അവസരമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 11.5 നിൽക്കുന്ന ഇപ്പോഴത്തെ യൂണിറ്റ് മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും 11.2 11.3 ഒക്കെ അല്ലെങ്കിൽ 11 ആകുമ്പോൾ തീർച്ചയായിട്ടും ആ യൂണിറ്റിൻ്റെ വില കുറയുന്നു. യൂണിറ്റിൻ്റെ വില കുറയുമ്പോൾ നമ്മൾക്ക് കൂടുതൽ യൂണിറ്റ് ഇപ്പം മേടിക്കാൻ സാധിക്കും നമുക്ക്. അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് അത് ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അത് കൂടുതൽ യൂണിറ്റുകൾ നമുക്ക് ശേഖരിക്കാനുള്ള അവസരം ഈ പറഞ്ഞൊരു എന്താണ് പറയുന്നത്, ഒരു കണ്ടീഷൻ, ഇങ്ങനൊരു അവസ്ഥ മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ, മാർക്കറ്റ് തകരുമ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ നമുക്ക് അങ്ങനെയുള്ള അവസരം തുറന്നു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് കാലക്രമേണ ബൈ ദ പാസേജ് ഓഫ് ടൈം ഈ അധിക യൂണിറ്റുകൾ നമുക്ക് കൂടുതൽ സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് സഹായകരമാകും. പ്രത്യേകിച്ച് വിപണികൾ റിക്കവർ ചെയ്യുമ്പോൾ. അപ്പം വിപണിയിൽ ഉണ്ടാകുന്ന ക്രാഷ് നമ്മളൊരു ഫിയർ ഫാക്ടറായിട്ട് കാണാതെ, അല്ലെങ്കിൽ ഒരു ഭയത്തോടെ നമ്മളതിനെ കാണുന്നതിന് പകരം കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും നമ്മുടെ സമ്പത്തിനെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അത് പ്രയോജനകരമാകത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന പോയിന്റാണ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, അച്ചടക്കം എന്നുണ്ടാകും. അച്ചടക്കം, ഡിസിപ്ലിനറി അപ്രോച്ച്, ഒരു അച്ചടക്കത്തോടുള്ള സമീപനം, അതുപോലെ ശരിയായുള്ള വൈവിധ്യവൽക്കരണം, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു ഫണ്ട് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കാതെ പല ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് ഗ്രോത്ത് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോത്ത് പ്രോമിസ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മളുടെ സാമ്പത്തിക ലക്ഷ്യം ആയിട്ട് അതിനെ മാച്ച് ചെയ്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ വിപണിയിൽ ഉണ്ടാകുന്ന ഷോർട്ട് ടേം വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ ചാഞ്ചാട്ടം ലോങ് ടേമിലേക്ക് നമ്മളുടെ ഫണ്ടിനെ വർദ്ധിപ്പിക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനെ സൃഷ്ടിച്ച് കൂടുതൽ അതിനെ വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു അവസരം നമ്മൾ മുതലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്. വിപണിയിലെ തകർച്ച SIPക്ക് മികച്ച അവസരമാവുന്നതെങ്കിലും. അപ്പോൾ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റുകളുടെ യൂണിറ്റ് പ്രൈസ് തീർച്ചയായിട്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. കുറയാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ, ഒരുപക്ഷെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് സെയിം തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ 1000 രൂപ മാസാമാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1000 രൂപ കൊണ്ട് കഴിഞ്ഞ മാസം മേടിക്കാൻ പറ്റിയ യൂണിറ്റ് ഇപ്പോൾ ആ യൂണിറ്റ് പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ, കഴിഞ്ഞ മാസങ്ങളെ കൂടുതൽ യൂണിറ്റ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതുകൊണ്ട് മാർക്കറ്റ് ക്രാഷ് നമുക്ക് കൂടുതൽ യൂണിറ്റ് മേടിച്ച് കൂട്ടാൻ സാധ്യമാകുന്നു. പിന്നെ അത് മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ യൂണിറ്റുകളുടെ വില വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് തീർച്ചയായിട്ടും SIPയിൽ കൂടെ നമ്മുടെ ഫണ്ടിനെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ വളർത്തിയെടുക്കുവാനും നമുക്കതിനെ ശക്തിപ്പെടുത്താനും സാധിക്കുമെന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഇത്രയും ആണ് നമുക്കിവിടെ എന്താണ് പറയുന്നത്, ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്നുള്ളത്. അപ്പോൾ ഇത് സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പ്രായോഗികമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പ്രായോഗികമാക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റർക്ക് തീർച്ചയായിട്ടും വിപണിയുടെ ഈ മാറ്റങ്ങൾ, ചാഞ്ചാട്ടം, താഴോട്ടും മുകളോട്ടുള്ള ഈ പറഞ്ഞൊരു എന്താണ് പറയുന്നത് മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്ററിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകും അല്ലെങ്കിൽ പ്രയോജനകരമാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും ഇതുപോലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ
കാണാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ കാണുന്നതിനൊപ്പം ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ല ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.